ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ പദ്ധതി സംരംഭങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ ചോദ്യം തന്നെ പ്രീവിയസ് ചോദ്യമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംരംഭവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തുടങ്ങനാട്, ഇടുക്കി. കേട്ടോ, തുടങ്ങനാട്, ഇടുക്കിയാണ്. തുടങ്ങനാട് ആ തൊടുപുഴയ്ക്കടുത്തുള്ള സ്ഥലമാണ് ഈ തുടങ്ങനാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേട്ടോ, അപ്പോൾ ഓർത്തിരിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംരംഭവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നവരെയാണ് തുടങ്ങനാട്, ഇടുക്കിയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ആരോഗ്യ സർവേയാണ് സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ആരോഗ്യ സർവേ. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നടത്തുന്നത് ആരോഗ്യ സർവേ. പേരെന്താണ്? സശ്രദ്ധം. കേട്ടോ, സശ്രദ്ധം. മൂന്നാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിലും വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്ന പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്കീമിൻ്റെ ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് ആരംഭിച്ചത് പുതുശ്ശേരി പഞ്ചായത്തിലാണ്. പാലക്കാട് വാളയാറാണ് പുതുശ്ശേരി പഞ്ചായത്ത്. കേട്ടോ, സ്വകാര്യ മേഖലയിലും വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്ന പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്കീമിൻ്റെ ഭാഗമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് ആരംഭിച്ചവിടെയാണ് പുതുശ്ശേരി പഞ്ചായത്തിലാണ്, വാളയാർ, പാലക്കാട്. നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. കേട്ടോ, OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് കേരളം. കേട്ടോ, സി സ്പേസ് കേരളം. KSFDCക്കാണ് ഇതിന് നിർവഹണ ചുമതലയുള്ളത്. കേട്ടോ, രാജ്യത്ത് ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് ആണ്. കേരളമാണ് ആരംഭിച്ചത്. KSFDCക്കാണ് അതിൻ്റെ നിർവഹണ ചുമതല കൊടുത്തിട്ടുള്ളത്. കേട്ടോ, KSFDC, അത് സി സ്പേസ് എന്നാണ് അതിൻ്റെ പേര്. കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കേരളത്തിൻ്റെ സ്വന്തം AI പ്രോസസ്സറാണ് കൈരളി. ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കേരളത്തിൻ്റെ സ്വന്തം AI പ്രോസസ്സറാണ് കൈരളി. ആറാമത്തെ ചോദ്യം, ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് K4 കെയർ. കേട്ടോ, എന്നാണ് K4 കെയർ. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് K4 കെയർ. ഏഴാമത്തെ ചോദ്യം, പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ മേഖലകളിൽ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ലഹരി വിമുക്ത തീരം. കേട്ടോ, ലഹരി വിമുക്ത തീരം. ഫിഷറീസ് വകുപ്പ് ആരംഭിച്ചതാണ് ലഹരി വിമുക്ത തീരം. ഓക്കെ അല്ലേ? എട്ടാമത്തത്, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. അമൃത് എന്ന് പറഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ. ഈ AUNTY അല്ല കേട്ടോ, സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാണ്. ANTI ആണ്. അത് ഒരുമിച്ചാട്ടോ. ആൻറ്റി മൈക്രോബിയൽ എന്നുള്ളത് ഒരുമിച്ചാണ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. കുറിപ്പടിയില്ലാതെയുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം 2024 പൂർണ്ണമായും നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചതെന്നുകൂടി ഓർത്തിരിക്കുക. കേട്ടോ, അപ്പോൾ ഓപ്പറേഷൻ അമൃത്. ഒൻപതാമത്തെ ചോദ്യം, റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുടിവെള്ള വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സുജലം. കേട്ടോ, സുജലം. പൊതുമേഖലാ സ്ഥാപനമായ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വ കുപ്പിവെള്ളമാണ് റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുക. കേട്ടോ, സുജലം എന്ന പദ്ധതിയാണ് ഹില്ലി അക്വ കുപ്പികളാണെന്ന് ഓർത്തിരിക്കുക. സുജലം. പത്താമത്തെ ചോദ്യം, കൊച്ചി മേഖലയിൽ ബാധകമായ 1955 ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട്, മലബാർ മേഖലയിൽ ബാധകമായ 1939 മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്നിവയ്ക്ക് പകരം കേരളമാകെ ബാധകമാകുന്ന ആക്റ്റാണ് കേരള പൊതുജനാരോഗ്യ ആക്ട് 2023. കേരള പൊതുജന ആക്ട് 2023. ഈ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 2023 28ാം ആക്ട്.
2023 നവംബർ 28 ഗവർണറുടെ അനുമതി കൂടി ഇതിന് ലഭിച്ചു കേട്ടോ. അപ്പോൾ കൊച്ചിൻ മേഖലയിൽ ബാധകമായ 1955 ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട്, മലബാർ മേഖലയിൽ ബാധകമായ 39 മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്നിവയ്ക്ക് പകരമായി കേരളമാകെ ബാധകമാകുന്ന ആക്ടാണ് കേരള പൊതുജനാരോഗ്യ ആക്ട് 2023 എന്നോർത്തിരിക്കുക. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരെന്നാണ് 2023 28 ആക്ട് എന്നറിയപ്പെടുന്നു. 2023 നവംബർ 28 ഗവർണറുടെ അനുമതി ലഭിച്ചു എന്നുകൂടി ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്